കുറെ കാലഘട്ടം മുമ്പ് അത് പാട്ടുപാടുന്ന പെണ്ണിൽ തുടങ്ങി, പിന്നീട് വയസ്സുള്ളവർക്കായി, ഇപ്പൊ ഏറ്റവും അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഈ അടുത്ത കാലത്ത് നടന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു റിയാലിറ്റി ഷോയാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അങ്ങനെയല്ലേ അല്ലേ കുട്ടികളെ? നിങ്ങൾ അതുപോലെ നോക്കാത്ത മുത്തക്കീങ്ങളാ. ഇനിയിപ്പോ നിങ്ങളോട് വാള് പറഞ്ഞാ അവർക്കതൊന്നും അറിയില്ല. സാധുക്കൾ ഞാൻ അറിഞ്ഞോണ്ടാ പറയാ, കാരണം അതിന്റെ പേര് കുറെ കൂരമ്പുകൾ കിട്ടിയ ആളാ ഞാൻ, അതുകൊണ്ടാ പറയാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ, അതിനകത്ത് ഒന്നാം സമ്മാനം വാങ്ങിച്ചത് ഈ പ്രാവശ്യം നമ്മുടെ സമുദായത്തിന്റെ കപ്പിൾസ്. ഞാൻ അതിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് അതിൽ സമ്മാനം കിട്ടിയ ആളുടെ പിതാവ് എനിക്കെതിരെ ഫേസ്ബുക്കിൽ ആരോപണം ഉന്നയിച്ചു. അയാളെ നാട്ടുകാരനാണ്. ഫേസ്ബുക്കിൽ എനിക്കെതിരെ ഏറ്റവും വലിയൊരു ആരോപണം ഈ സമയത്തുണ്ടായത് കാഞ്ഞാറിൽ നടന്ന തബ്ലീഗ് ജമാഅത്തെ ഇസ്ലാമി വഹാബി കൂട്ടുകെട്ടടച്ച പ്രസംഗത്തിൽ സമസ്തയുടെ പ്രഭാഷകൻ കബീർ വാക്കവി പങ്കെടുത്തു. നുമ്മുമാടെ പുണ്ണാക്ക്. അതായിരുന്നു ഫേസ്ബുക്കിലെ വാർത്ത. എന്താണെന്നറിയോ? എന്റെ നാട്ടിലിപ്പൊ ഞാൻ എന്റെ ജന്മനാടാണ്. ആ ജന്മനാടിൽ എല്ലാവരും ഒരുമിച്ച് നടത്തിയൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ പങ്കെടുത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ദീനിന്റെ ഏറ്റവും വലിയ ഹോൾസെയിൽ വക്താവാണ് ഇദ്ദേഹം. അറിയാമല്ലോ നിങ്ങൾക്ക് അത് ആരായിരിക്കുമെന്ന്. ചേളാരി പ്രഭാഷകൻ എന്നെ പ്രയോഗിച്ചപ്പോ തന്നെ മറുഭാഗത്ത് പറഞ്ഞ ആരാന്നറിയാലോ? അദ്ദേഹത്തിന്റെ മകൻ വലിയ ദീനിന്റെ ആളാണ്. ഈ പറഞ്ഞ ആളുകളെ മുഴുവനും ദീനിൽ നിന്ന് പുറത്താക്കുന്ന ആളാണ്. സ്വന്തം മകൻ മകളുമായി റിയാലിറ്റി ഷോയിലും മലേഷ്യയിലും തുണി ഉറിഞ്ഞിട്ടാടി അതിൽ നിന്ന് കിട്ടിയ 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റിൽ പോയി ഉടുപ്പില്ലാതെ കിടന്നിറങ്ങിയ ആ പ്രവർത്തകനോട് ഞാൻ പറഞ്ഞു, ഇത് അപമാനമാണെന്ന് അതിനെതിരെ പ്രസംഗിച്ചപ്പോ അതിന്റെ കലിതെത്തിയത് ഫേസ്ബുക്കിലാണ്. ഞാൻ പറയാൻ ഇനി 1000 വട്ടം അവരുടെ മുറ്റത്ത് നിന്നിട്ട് ഞാനത് വിളിച്ചു പറയും. എന്നെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമേ അല്ല. കാരണം എന്നെ നട്ടെല്ല് വാഴപ്പിണ്ടിയല്ല, നല്ല ബലമുള്ള എല്ല് വെച്ചിട്ടാണ് പ്രസംഗിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ നിരോധിച്ച ഒരു കാര്യത്തിന് സമരസപ്പെട്ട് അത് ഹലാലാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ സമൂഹത്തിന്റെ താല്പര്യമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പ്രബോധനം നടത്തുക? ആരുടേതാണെങ്കിലും പറയണ്ടേ? വലിയ ദീനി പ്രവർത്തകനാണെന്ന് പറഞ്ഞ് അയാൾ വലിയ ആളാന്ന് പറഞ്ഞിട്ട്, അയാൾ വലിയ ശൈഖുനാന്റെ ആളാന്ന് പറഞ്ഞിട്ട് നമുക്കത് പറയാതിരിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നമ്മൾ എന്തിനാ പറയാൻ വേണ്ടിയിരിക്കുക? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. രാജാവ് ഞാനാണ് എന്ന് പറയാൻ ചരിത്രത്തിൽ ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി നമ്മുടെ മുസ്ലിം സമൂഹത്തിന് ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നില്ലാത്ത അർബുദ രോഗമാണ് ഭാര്യ ഭർത്താക്കന്മാര് മുഴുവൻ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ സാഹസികമായ കലാപകടം നടത്തണം.